الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, അർഹമുർറഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് ആവുന്നത്ര അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ നന്നായി പ്രവർത്തിക്കണമെന്ന് പ്രയത്നിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരിരിക്കുന്ന സദസ്സിലേക്ക് കടന്നു വന്നു. നബി തിരുമേനിയുടെ തലയിൽ നിന്ന് വെള്ളം ഉറ്റി വീഴുന്ന അവസ്ഥയിലായിരുന്നു പ്രവാചകന്റെ വരവ്. മുആദ് ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ആ സംഭവം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നബിയോട് ആ വരവ് കണ്ട് ചോദിച്ചു, നറാക്കൽ യൗമ തയ്യിബൻ നഫ്സി യാ റസൂലല്ലാഹ്, നബിയേ, ഇന്ന് നിങ്ങൾ നല്ല ആനന്ദാഹ്ലാദത്തിലാണല്ലോ കടന്നു വരുന്നത്. ഫഖാൽ, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അജൽ, അതെ, വൽഹംദുലില്ലാ, ഇന്ന് എനിക്ക് നല്ല സന്തോഷമുണ്ട്. അങ്ങനെ സുമ്മ അഫാദൽ ഖൗമു ഫീ ദിക്രിൽ ഗിന, ഇത്രയും ആമുഖമായി പറഞ്ഞതിന് ശേഷം സദസ്യരെല്ലാം അവർക്ക് ഉള്ള ജീവിതാഐശ്വര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ അവരെ കൂടിക്കൊണ്ട് പറഞ്ഞു, ലാ ബഅസ ബിൽ ഗിന ലിമൻ ഇത്തഖ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സമ്പാദ്യമുണ്ടാവുക എന്നുള്ളത് ഒരു വേണ്ടാത്ത കാര്യമൊന്നുമല്ല. വസ്സിഹ്ഹത്തു ലിമൻ ഇത്തഖ ഖൈറും മിനൽ ഗിന, എന്നാൽ ആരോഗ്യമെന്നുള്ളത് അള്ളാഹുവിനെ പേടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തനിക്കുള്ള സാമ്പത്തിക സുസ്ഥിതിയേക്കാൾ വലിയ ഒരു അനുഗ്രഹമാണ്. വതയ്യിബുൻ നഫ്സ് മിനൻ നഈം, മനസ്സിനുള്ള സുഖവും ആനന്ദാഹ്ലാദങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സംസാരത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞതായി മുആദ് ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. നമുക്കറിയാം,
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിരവധി അനവധി അസംഖ്യം അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ പ്രവാചകൻ എടുത്തു പറഞ്ഞത് നമ്മുടെ ആരോഗ്യമാണ്. ആരോഗ്യം തന്നെയാണ് മറ്റുള്ള അനുഗ്രഹങ്ങളെക്കാളൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് കിട്ടിയ ആരോഗ്യത്തെ നല്ല രീതിയിൽ പരിചരിക്കുവാനും പരിപാലിക്കുവാനും നമ്മെ ഉണർത്തുന്നത്. മാത്രമല്ല ഖുർആൻ പറയുന്നുണ്ട്, വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക, സ്വന്തം കരങ്ങളാൽ നിങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിൽ വീഴ്ത്താൻ പാടില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടൊരിക്കലും നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ സുസ്ഥിതിക്ക് നാശമുണ്ടാകുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ല, വഅഹ്സിനൂ, നിങ്ങൾ സുകൃതം ചെയ്യുവിൻ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ, സുകൃതവാന്മാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് എന്ന്. നമുക്കറിയാം, ആരോഗ്യകാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിലും പല കാരണങ്ങളാൽ മനുഷ്യർക്ക് രോഗങ്ങൾ പിടിപെടുന്നുണ്ട്. രോഗത്തെ ഇസ്ലാം നോക്കിക്കാണുന്നത് മനുഷ്യന് അവൻ്റെ കഴിവുകളുടെ പരിമിതികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കുന്ന ഒരു പരീക്ഷണമായിക്കൊണ്ട്. രോഗത്തെ അള്ളാഹുവിൻ്റെ ശിക്ഷയായി വിലയിരുത്തുന്ന മതവിഭാഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യന്റെ കഴിവുകളുടെ പരിമിതി എന്താണ് എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു അവർക്ക് നൽകുന്ന ഒരു പരീക്ഷണമായിക്കൊണ്ടാണ് രോഗത്തെ ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ രോഗബാധിതരായാൽ ചികിത്സിക്കുകയാണ് വേണ്ടത്. അവിടുന്ന് പറയുകയുണ്ടായി, ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ഫഇദാ ഉസീബ ദവാഉദ്ദാഇ ബരിഅ ബിഇദ്നില്ലാഹി അസ്സ വജല്ല, ഏത് രോഗത്തിനും അതിൻ്റെതായ ഔഷധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അത് ലഭിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അവൻ്റെ രോഗത്തിന് ശിഫയും ശമനവും നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശമനം ലഭിക്കുമെന്നാണ്. മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാ, ഔഷധമില്ലാത്ത ഒരു രോഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്നിട്ടില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണത പ്രാപിക്കുന്നത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. സബബ് മുസബബ് എന്ന് നമ്മൾ പറയുന്ന, നമുക്കറിയാം, ഒരു തീ ഇങ്ങനെ ആളി കത്തുകയാണെങ്കിൽ അത് കെടുക്കാൻ വേണ്ടി വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്, അല്ലെങ്കിൽ തീ കെടുക്കാനുള്ള മറ്റു ഉപാധികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. തീ കെടുത്തുന്ന വെള്ളത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് H2O, നമുക്കറിയാവുന്നത് പോലെ ഹൈഡ്രജന്റെ 2 തന്മാത്രയും ഓക്സിജന്റെ 1 തന്മാത്രയും കൂടി ചേർന്നാണ് വെള്ളം ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ അത് സ്വയം കത്തുന്ന വാതകമാണ്. ഓക്സിജനോ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. സ്വയം കത്തുന്ന ഒരു വാതകവും കത്താൻ സഹായിക്കുന്ന മറ്റൊരു വാതകവും കൂടിച്ചേർന്ന് ഉണ്ടാകുന്നതോ കത്തുന്ന തീയിനെ കെടുത്തുന്ന വെള്ളമാണ്. അപ്പൊ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവയുടെ ഓരോ സംഗതികൾക്കും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, അതിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാകുമ്പോഴാണ് ഏത് പ്രവർത്തനവും ശരിക്ക് നമ്മുടെ പരിധിയിലുള്ളത് പരിപൂർണമാകുന്നത്. മറ്റു കാര്യങ്ങൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കാര്യങ്ങളാണ്. അത് മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതല്ല. ആ കാര്യത്തിലാണ് അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നസ്റും നമ്മൾ തേടേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചികിത്സിക്കണം, ട്രീറ്റ്മെന്റ് നടത്തണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് രോഗം വന്നപ്പോൾ നടത്തിയ പ്രാർത്ഥന പറയുന്നുണ്ട്, വൈദാ മരിൽതു ഫഹു യശ്ഫീൻ, ഞാൻ രോഗബാധിതനായി തീർന്നാൽ എൻ്റെ രോഗത്തെ ശമിപ്പിക്കുന്നവൻ, അതിനെ ശിഫ നൽകുന്നവൻ എൻ്റെ റബ്ബാണ്, അങ്ങനെയുള്ളവനാണ് എൻ്റെ റബ്ബ്. അപ്പൊ രോഗത്തിന് ശിഫ നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ശിഫ നൽകാനുള്ള ഉപാധികൾ ചെയ്യേണ്ടത്, ചികിത്സ ചെയ്യേണ്ടത് മനുഷ്യരായ നമ്മളാണ് എന്നൊക്കെയാണ്
പ്രവാചക അധ്യാപനങ്ങളും വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങളും നമുക്ക് നൽകുന്ന പാഠം. നമുക്കറിയാമല്ലോ, രോഗബാധിതനായി പ്രയാസപ്പെട്ട ഒരു പ്രവാചകന്റെ ചരിത്രം ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് അലൈഹി സ്വലാം തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എനിക്കിതാ വല്ലാത്ത ദുരിതം ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഈ ദുരിതത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണം. അൻത അർഹമുർ റഹീമീൻ, നീ അളവറ്റ ദയാപരനാണ്, പരമകാരുണികനാണ് തമ്പുരാനെ. അള്ളാഹു പറയുന്നു, ഫസ്തജബ്നാ ലഹു, അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം നൽകി. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർ, അദ്ദേഹത്തിന് ബാധിച്ച വിഷമങ്ങളെ, ദുരിതങ്ങളെ നാം അദ്ദേഹത്തിൽ നിന്ന് അകറ്റിക്കൊടുത്തു. വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അതേപോലെ തന്നെ അതേപോലെയുള്ളവരെയും വീണ്ടും നാം അവർക്ക് അവരുടെ കൂടെ നൽകി. റഹ്മത്തൻ മിൻ ഇൻദിനാ, നമ്മുടെ അരികിൽ നിന്നുള്ള കാരുണ്യമായിക്കൊണ്ട്. വദിക്റാ ലിൽ ആബിദീൻ, അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുന്ന സർവ ആരാധകർക്കും ഗുണപാഠമായി കൊണ്ടുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. അള്ളാഹു തന്നെ നിർദ്ദേശിച്ച ചില ചികിത്സാ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് രോഗവിമുക്തി നൽകിയത്. ഇവിടെ നോക്കൂ നിങ്ങൾ, പ്രാർത്ഥനയോടൊപ്പം ചികിത്സ, ചികിത്സയോടൊപ്പം പ്രാർത്ഥന, അത് രണ്ടും കൂട്ടിക്കൊണ്ടാണ് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. സൂറ സ്വാദിൽ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയ ചികിത്സയെ, അയ്യൂബ് അലൈഹി സ്വലാം ഒരു പ്രവാചകനാണെന്നതുകൊണ്ട് തന്നെ ഒരു മുഅ്ജിസത്ത് എന്ന നിലക്കാണ് അദ്ദേഹത്തിന്റെ രോഗശമനം അള്ളാഹു നൽകിയത്. അയ്യൂബ് അലൈഹി സ്വലാമിനോട് അള്ളാഹു പറയാണ്, ഉർഖുദ് ബിരിജ്ലിക്, നിന്റെ കാലുകൊണ്ട് നീ മണ്ണിൽ കോറുക, മണ്ണിൽ അടിക്കുക. എന്നാൽ ഹാദാ മുഗ്തസലും ബാരിദുൻ വശറാബ്, നിനക്ക് കുളിക്കാനും കുടിക്കാനുമായി തണുത്ത വെള്ളം ഭൂമിയിൽ നിന്ന് ആ സന്ദർഭത്തിൽ അത് പുറപ്പെടുന്നതാണ്, പൊട്ടിപ്പുറപ്പെടുന്നതാണ്, നിനക്ക് സ്നാനജലമായി, പാനജലമായി. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രോഗത്തിന് ചികിത്സയായി, മരുന്നായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പന പ്രകാരം അദ്ദേഹം ചെയ്യാൻ നിർദ്ദേശിച്ച പ്രകാരം ചെയ്തതിലൂടെ ഭൂമിയിൽ നിന്ന് ഉറവ പൊട്ടിയ വെള്ളം കുടിക്കുകയും അതുകൊണ്ട് കുളിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ ആ രോഗം ശമിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നു. അത് ഒരു ചികിത്സാ രീതിയായി അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ പറഞ്ഞതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചികിത്സ നടത്തുകയാണ് ചെയ്തത്. ആദ്യകാലങ്ങളിൽ, ഇന്നത്തെ ഈ മോഡേൺ മെഡിസിൻ ഇത്ര വികസിച്ചിട്ടില്ലാത്ത കാലങ്ങളിൽ അന്ന് ലഭ്യമായിരുന്ന മരുന്നുകളെ കൊണ്ടായിരുന്നു മനുഷ്യന്മാർ ചികിത്സിച്ചിരുന്നത്. അന്ന് പ്രകൃതിദത്തമായ മരുന്നുകളായിരുന്നു. പിന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ആയുർവേദം, അതേപോലെ തന്നെ പല ചികിത്സാ രീതികളുമുണ്ട്. ഹോമിയോപ്പതി ഉണ്ട്, അതേപോലെ തന്നെ അക്യുപഞ്ചർ പോലെയുള്ള ചികിത്സാ രീതികൾ. മനുഷ്യര് മരുന്ന് കൊണ്ടും മരുന്നില്ലാതെയും ശരീരത്തിൽ മനുഷ്യന് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന പല ചികിത്സാ രീതികളും ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം ശരിക്കും ഈ ചികിത്സയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും. അതാണ് രോഗത്തിനുള്ള പരിഹാരമായി പറയുന്നതും. ചികിത്സ നടത്തിയിട്ട് നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ ഷിഫ എന്ന് പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, തേനിനെ കുറിച്ച്. തേനീച്ച എന്ന അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈച്ചയുടെ ആ പ്രകൃതിയെ കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം വിശദമായി പിന്നീട് അല്ലാഹു പറയുന്നു, യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു, തേനീച്ചയുടെ വയറ്റിൽ നിന്ന് വ്യത്യസ്ത നിറങ്ങളിലുള്ള ഒരു പാനീയം പുറത്തു വരുന്നു. അതാണ് തേൻ. അതിൽ ഫീഹി ശിഫാഉൻ ലിന്നാസ്, ജനങ്ങൾക്ക് ശമനമുണ്ട്, ശിഫയുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഒരു സിദ്ധ ഔഷധമായി ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒന്നാണ് തേൻ എന്നുള്ളത്. പിന്നെ നമുക്ക് ഷിഫ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് മനുഷ്യന്റെ ശാരീരിക രോഗത്തിനുള്ള ശമനമായിക്കൊണ്ടല്ല,
മനുഷ്യന്റെ മാനസിക രോഗത്തിനുള്ള, മനസ്സിലുണ്ടാകുന്ന സകലമാന രോഗങ്ങൾക്കുമുള്ള ശിഫയായിക്കൊണ്ട് നമുക്ക് അവതരിപ്പിച്ചു തന്ന ഒന്നാണ് ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിന്റെ അരികിൽ നിന്നുള്ള ഒരു സാരോപദേശം ഇതാ വന്നിരിക്കുന്നു. ആ സാരോപദേശം വിശുദ്ധ ഖുർആൻ. അതിൽ നിങ്ങൾക്ക് ശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ നെഞ്ചകങ്ങളിലുള്ള മുഴുവൻ രോഗങ്ങൾക്കുമുള്ള ശമനം ആ ഗ്രന്ഥത്തിലുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന അവിശ്വാസം, ബഹുദൈവ വിശ്വാസം, കാപട്യം, അഹങ്കാരം, അസൂയ, ഇങ്ങനെ മറ്റുള്ളവരോടുള്ള പക, വിദ്വേഷം, എന്തൊക്കെ മനസ്സിൽ അടിഞ്ഞുകൂടുന്ന രോഗങ്ങളുണ്ടോ, ഇതൊക്കെ മാറ്റി മനുഷ്യ മനസ്സിനെ കഴുകിക്കളയുന്ന, അതിനെ ശുദ്ധീകരിക്കുന്ന ഒരു സിദ്ധൌഷധമായി നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ മാറും എന്ന പാഠം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ, പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ ഈ ചികിത്സാ രംഗത്ത് നിന്ന് വഴുതിപ്പോകുന്നത്? ഖുർആനും പ്രവാചകചര്യയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ അൻസലദ്ദാഅ വദ്ദവാ. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗവും ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്, അത് മാറ്റാനുള്ള മരുന്നും അവൻ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. വജഅല ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗത്തിനും മരുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെന്നോ, ഫതദാവു, നിങ്ങൾ ചികിത്സിക്കണം. വലാ തതദാവു ബിൽ ഹറാം, നിഷിദ്ധമായ ചികിത്സ നിങ്ങൾ ചെയ്യരുത്. നിഷിദ്ധമായ ചികിത്സ ചെയ്യരുത് എന്ന് റസൂൽ പറഞ്ഞത് എന്തുകൊണ്ടാണ്? പ്രവാചകന്റെ പ്രബോധിത സമൂഹത്തിൽ, റസൂൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും അതിനു മുമ്പ് ജാഹിലിയ കാലത്തും രോഗം പരത്തുന്നത് പിശാചാണ് എന്നൊരു വിശ്വാസം അവർക്കിടയിൽ നിലനിന്നിരുന്നു, അത് പ്രചരിച്ചിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂലുള്ളാഹ് ലാ അദ്വ, പിശാച് ഒരിക്കലും രോഗം പരത്തുകയില്ല. ഇപ്പൊ പിശാചിന് രോഗം പരത്താനുള്ള കഴിവ് പിടിച്ചോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നും നിത്യരോഗികളായിക്കൊണ്ടേയിരിക്കും. കാരണം മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാണ് പിശാച്. അങ്ങനെ പിശാച് രോഗം പരത്തുന്ന ഒരു കാര്യമേ ഇല്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. അന്നുണ്ട് ആ വിശ്വാസം. ഇന്ന് ഈ അത്യന്താധുനിക യുഗത്തിൽ, ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലും പിശാചി രോഗം പരത്തുമെന്ന അന്ധവിശ്വാസം മനുഷ്യർക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ രോഗത്തിന് ട്രീറ്റ്മെന്റ് മാറ്റിവെച്ച്, ചികിത്സ മാറ്റിവെച്ച്, ഈ അന്ധവിശ്വാസത്താൽ പ്രചോദിതമായ ചികിത്സകൾ ആ കാലഘട്ടത്തിൽ നടന്നതുപോലെ ഈ കാലഘട്ടത്തിലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ എന്താണുള്ളത്? ഈ അന്ധവിശ്വാസങ്ങളെ കൊണ്ട് അവന്റെ വിശ്വാസത്തിന് തകരാറ് സംഭവിച്ച് അവന്റെ വിശ്വാസം അവനൊരിക്കലും ഉപകാരപ്പെടാതെ പോകുന്നു. ഈ ട്രീറ്റ്മെന്റ് നടത്തിയാലോ, ഇത്തരം അന്ധവിശ്വാസത്താൽ പ്രചോദിതമായിട്ടുള്ള ചികിത്സാ രീതികൾ സ്വീകരിച്ചാൽ അതുകൊണ്ട് അവനെ ജീവന് തന്നെ ഹാനി വരുന്ന കാര്യങ്ങൾ ഉണ്ടായിത്തീരുന്നു. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെ കൃത്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്നത്. ഇന്നും നോക്കൂ നിങ്ങൾ, പിശാചാണ് രോഗം പരത്തുന്നത്. ഒരു 10-25 കൊല്ലം മുമ്പ്, അധികമൊന്നും ആയിട്ടില്ല, മർഹൂം അലി അക്ബർ മൗലവി അദ്ദേഹം ഈ എടവണ്ണയിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ചികിത്സാ രീതികളെ കുറിച്ച്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ മൃഗങ്ങൾക്ക് കുളമ്പ് രോഗം ഉണ്ടാകുന്നത് അത് ഈ പിശാചിൽ നിന്നാണ് എന്നുള്ളൊരു വിശ്വാസം അന്നുണ്ടായിരുന്നത്രേ. അദ്ദേഹം ആമയൂര് സ്വദേശിയാണ്. ആമയൂർ ഭാഗത്തുള്ള കർഷകരുടെ അവരുടെ കന്നുകാലികൾക്ക് രോഗം വന്നാല് ഒരു പ്രദേശത്ത് കന്നുകാലികളെ എല്ലാം ഒരുമിച്ച് കൂട്ടബാങ്ക് കൊടുത്തിട്ട് അതിലൂടെ ഈ രോഗം മാറുമെന്ന വിശ്വാസം ജനങ്ങൾ വെച്ചു പുലർത്തിയിരുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ നോക്കൂ, നമ്മൾ കുറച്ചപ്പുറത്ത് പോയ മൃഗാശുപത്രിയാണ്. ഇവിടെയുള്ള മൃഗങ്ങൾക്ക് വരെ ചികിത്സ നടത്താനുള്ള ആശുപത്രികളുണ്ട്. മൃഗങ്ങളിൽ നാൽക്കാലികൾക്കുണ്ട്, അതേപോലെ തന്നെ പക്ഷികൾക്കുണ്ട്, വളർത്തു മൃഗങ്ങൾക്കുണ്ട്. ഫാൾക്കൺ പക്ഷിക്ക് പ്രത്യേകമായി ചികിത്സ നടത്തുന്ന ഒരു ആശുപത്രി ഖത്തർ സന്ദർശന വേളയിൽ ഞാൻ കാണാനിടയായി. നമ്മളെ നാട്ടുകാരനായ ഡോക്ടറാണ് അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയധികം ഈ ചികിത്സയുടെയും മറ്റു കാര്യങ്ങളൊക്കെ വികസിച്ച രാജ്യത്തും ഈ കാലത്തും മനുഷ്യന്മാർ ഈ അന്ധവിശ്വാസത്തിന്റെ അടിമകളായി അതിന്റെ പിന്നാലെ പോയിക്കൊണ്ട് സ്വന്തം ജീവനെ തന്നെ ഹനിച്ചു കളയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞാൽ
അത് എത്ര പരിതാപകരമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഷെയ്ത്താൻ എന്ന അറബി പദത്തിന്റെ മലയാളത്തിലെ രൂപപരിണാമമാണ് ശരിക്ക് ചാത്തൻ എന്നുള്ളത്. ഷെയ്ത്താൻ അതാണ് ശരിക്ക് ചാത്തനായി മാറിയത്. ചാത്തൻ സേവാ മടങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് അറബിയിൽ വരുമ്പോൾ ഷെയ്ത്താന് ജിന്നൊക്കെയാണ്. ജിന്ന് അടിച്ചിറക്കുന്ന കേന്ദ്രങ്ങളായി അത് മാറും. ചാത്തനേറ്, അതേപോലെ തന്നെ ചാത്തൻ ഒഴിച്ചില്, ഈ സംഗതികളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ചാത്തൻ എന്നുള്ളത് ഈ നമ്മുടെ സമൂഹത്തിലെ താഴ്ന്ന ജാതിക്കാരായ ആളുകൾക്ക് പേര് വരെ നൽകിയിരുന്നു. ഒരു മനുഷ്യനല്ല, ഒരു ചൈത്താനാണെന്നല്ല അതിന്റെ അർത്ഥം. നോക്കൂ നിങ്ങൾ, മലയാളത്തിലെ ഈ രൂപപരിണാമമാണിത്. ഇങ്ങനെയൊക്കെയുള്ള ഈ ശൈത്താന്മാരെ ആരാധിക്കുന്ന പ്രത്യേക നാടുകളും ഊരുകളും ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അങ്ങനെ ആരാധിക്കുന്ന ഊരുകൾക്ക് അതിനോട് ചേർത്തിട്ടുള്ള പേരുകൾ ഇട്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ മനുഷ്യർക്കിടയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ചികിത്സയുടെ രൂപവും എന്ത് ചെയ്തിട്ടുണ്ട്? വഴിമാറിപ്പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് കാലത്ത് നിലനിന്നിരുന്ന അന്ധവിശ്വാസത്താൽ പ്രചോദിതമായി തീരുന്ന ഈ ചികിത്സാ രീതികളെ കൃത്യമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതിലൊന്നാണ് ശരിക്കും റസൂൽ പറഞ്ഞത്, ഇന്ന റുഖ വത്തമാഇമ വത്തിവലത ശിർകുൻ. നിശ്ചയമായും റുഖ മന്ത്രം, അതേപോലെ തന്നെ വത്തമാഇം ഉറുക്ക് കെട്ടുക എന്നുള്ളത്, വത്തിവലത അതേപോലെ തന്നെ ഐക്കല്ല് ഏലസ് പോലെയുള്ള കാര്യങ്ങൾ. തിവലത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും പിണങ്ങിയാൽ അവർക്കിടയിലുള്ള പിണക്കം മാറ്റിക്കൊണ്ട് ഇണക്കമുണ്ടാക്കുന്ന ഒരു പ്രത്യേകം ഒരു ഊത്തും അതേപോലെ തന്നെ ആ ഊത്തിനാൽ പ്രചോദിതമായി കെട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധവും ഒക്കെ ആയിരിക്കും. ഇതിനാണ് തിവലത്ത് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ നടന്നിരുന്നു. അത് ഈ കാലഘട്ടത്തിലും നടക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കാലം ശാസ്ത്രീയമായി എത്ര പുരോഗതി പ്രാപിച്ചിട്ടും മനുഷ്യൻ അന്ധവിശ്വാസത്തെ കൈയൊഴിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഇത്തരം കാര്യങ്ങളിലുള്ള കൃത്യമായ അറിവുകളെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. മഹാനായ പ്രവാചകന്റെ അനുചരൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കഴുത്തിലുണ്ട് നല്ലൊരു ചരട്. അദ്ദേഹം അത് ചോദിച്ചു, എന്താ നിന്റെ കഴുത്തിൽ കെട്ടിയ ചരട്? എന്തുദ്ദേശത്തിനാ നീ ഇത് കെട്ടിയത്? അപ്പൊ ഭാര്യ പറയാണ്, എന്റെ രോഗത്തിന് ശമനം കിട്ടാൻ വേണ്ടി കെട്ടിയതാണെന്ന്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അത് പൊട്ടിച്ചുകൊണ്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, അന്തും ആലു അബ്ദുല്ല, നിങ്ങൾ അബ്ദുല്ലാഹിന്റെ കുടുംബമാണ്. ശിർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രോഗത്തിന് ശമനമായി എന്തൊക്കെ ചെയ്യണമെന്നാണോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം വന്നാൽ നമ്മൾ എന്തെന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണോ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. ഇതൊക്കെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ തവക്കുലാക്കുകയാണെങ്കിൽ തീർച്ചയായും അത് മുഖേന ശിർക്കിലേക്കാണ് നിങ്ങൾ ആപതിക്കുന്നത് എന്ന് അദ്ദേഹം തന്റെ ഭാര്യയെ ഉണർത്തിയതായി കാണാൻ കഴിയും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തഅല്ലക ശൈഅൻ വുക്കില ഇലൈഹി. തന്റെ ശരീരത്തിൽ ഇങ്ങനെ രോഗം മാറാൻ വേണ്ടി ആരെങ്കിലും വല്ലതും കെട്ടിബന്ധിക്കുകയാണെങ്കിൽ, അത് നൂലാകട്ടെ, ഉറുക്കാകട്ടെ, ഐക്കല്ലാകട്ടെ, ഏലസാകട്ടെ, എന്തൊക്കെയാണോ ഈ കാലഘട്ടത്തിൽ ഈ സാധു മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി ഇവിടെയുള്ള പുരോഹിതവർഗവും അതേപോലെ തന്നെ ഈ റാഖിമാരും മന്ത്രിച്ചോതുന്ന മന്ത്രവാദികളും ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെ ഒക്കെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ബന്ധിക്കുകയാണെങ്കിൽ വുക്കില ഇലൈഹി, അവൻ ആ വസ്തുവിലേക്കാണ് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഇന്ന് നോക്കൂ, നമ്മുടെ കൂട്ടത്തിൽ എത്രയോ ആൾക്കാരെ കാണാൻ കഴിയും. പല മതവിശ്വാസികളും, അവർക്കൊക്കെ ഈ വിശ്വാസമുണ്ട്. കൈമ 4, 5, 6 ചരടുള്ള ആൾക്കാരെ കാണാൻ കഴിയും. കഴുത്തിൽ 3, 4, 5 ചരടുള്ള ആൾക്കാരെ കാണാൻ കഴിയും. ശരീരത്തിൽ ഇങ്ങനെ ചരടുകളാൽ ബന്ധിതമായിട്ടുള്ള ഇത്ര മനുഷ്യന്മാരുണ്ട്. അവരൊക്കെ എവിടെയൊക്കെയാണ് അവരുടെ വിശ്വാസങ്ങളെ വികേന്ദ്രീകരിച്ചുകൊണ്ട് തളച്ചിട്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെയാണ് ഇസ്ലാം. നിങ്ങൾ തവക്കുലാക്കേണ്ടത് അല്ലാഹുവിൽ മാത്രമാണ്. ഫതവക്കൽ അലൽ ഹയ്യ് അല്ലദീ ലാ യമൂത്ത്. ഒരിക്കലും മരണപ്പെട്ടു പോകാത്ത
അള്ളാഹുവിൽ നിങ്ങൾ തവക്കുലാക്കിക്കൊണ്ടായിരിക്കണം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മുന്നോട്ട് നയിക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ പറയുകയുണ്ടായി, മൻ അല്ലക തമീമത്തൻ ഫലാ അത്തമഹുല്ലാഹു ലഹു. വല്ലവനും മുറുക്ക് കെട്ടിയാൽ അള്ളാഹു അവന്റെ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കാതിരിക്കട്ടെ എന്നാണ് റസൂൽ പറഞ്ഞത്. മൻ തഅല്ലക വദഅതൻ ഫലാ വദഅല്ലാഹു ലഹു. ആരെങ്കിലും രക്ഷാകവടി കെട്ടി ശരീരത്തിൽ ബന്ധിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് രക്ഷ നൽകാതിരിക്കട്ടെ എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മുടെ രക്ഷ, നമ്മുടെ സുരക്ഷിതത്വം അത് അള്ളാഹുൽ തവക്കുലാക്കുന്നതിലൂടെയാണ്. അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ച, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ കാര്യങ്ങൾ പിൻപറ്റുന്നതിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവന് പ്രിയപ്പെട്ടവരായി കഴിഞ്ഞുകൂടാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചൈതന്യം പകർന്നു തരുന്ന ഒരാദർശത്തിലേക്കാണ് നമ്മെ ക്ഷണിക്കുന്നത്. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ വിളി, അവൻ്റെ റസൂലിൻ്റെ ക്ഷണം, അത് സ്വീകരിക്കുകയാണ് വിശ്വാസികളായ നമ്മൾ വേണ്ടത് എന്ന് ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും. നിങ്ങൾക്ക് ജീവിതത്തിൽ ചൈതന്യം നൽകുന്ന ഒരു ആശയത്തിലേക്കും ആദർശത്തിലേക്കും അള്ളാഹുവും അവൻ്റെ റസൂലും നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ അതിനാണ് ഉത്തരം നൽകേണ്ടത് എന്നാണ്. നമുക്ക് നോക്കൂ, ഇവിടെ കാണുന്ന എല്ലാവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നും, അജ്ഞതയിൽ നിന്നും, ആചാര വൈകൃതങ്ങളിൽ നിന്നും ഈ സമൂഹത്തെ ഇസ്ലാമിൻ്റെ, ഖുർആനിൻ്റെ പ്രകാശത്തിലേക്ക് വഴി നടത്തിയ ഒരു സംഘം ആണ് ശരിക്ക് ഈ കേരളക്കരയിൽ നവോത്ഥാന മാറ്റങ്ങൾ ഉണ്ടാക്കിയത് എന്ന് നമ്മൾക്കറിയാം. പക്ഷെ ഇന്ന് അങ്ങനെയുള്ള ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ നടക്കുന്ന ആളുകൾ ഈ സന്ദർഭത്തിൽ അതിന് കൂടുതൽ സജീവതയും ഊർജ്ജസ്വലതയും നൽകേണ്ടതിന് പകരം അതിൻ്റെ ഓരോ അഴികൾ പിരിഞ്ഞുപോയി, വേറിട്ടുപോയി, അന്ധവിശ്വാസങ്ങളിലേക്കും ആചാര വൈകൃതങ്ങളിലേക്കും കൂപ്പുകുത്തുന്ന പരിതാപകരമായ അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രമാണങ്ങളിൽ നിന്ന് എപ്പോഴൊക്കെ നമ്മൾ അകന്നു പോകുന്നുവോ അപ്പോഴൊക്കെ ശരിക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സമാധാനം കിട്ടുകയില്ല എന്നാണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞത്. തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്ത് റസൂലിഹി. അള്ളാഹുവിന്റെ ഗന്ധവും പ്രവാചകന്റെ സുന്നത്തും മുറുകെ പിടിക്കുന്നിടത്തോളം കാലം ഒരിക്കലും നിങ്ങൾ വഴി പിഴക്കുകയില്ല തന്നെ എന്ന്. നേരെ മറിച്ച് പണ്ഡിതന്മാരുടെ കൗലുകൾക്ക് അപ്രമാദിത്വം നൽകിക്കൊണ്ട് അതാണ് ഏറ്റവും പരിഗണിക്കേണ്ടത് എന്ന നിലയിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഒരുപാട് അബദ്ധങ്ങളിലായിരിക്കും നമ്മൾ ചെന്നു ചാടുക. അതുകൊണ്ട് പേരുദോഷം ഉണ്ടാകുന്നത് ഇസ്ലാമിനായിരിക്കും, അതേപോലെ തന്നെ ഖുർആനികാധ്യാപനങ്ങൾക്കായിരിക്കും, പ്രവാചക ചര്യകൾക്കായിരിക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാമല്ലോ, ചികിത്സ ഇപ്പോൾ സുഖപ്രസവത്തിന് നഫീസത്തുമാല ഓതിയാൽ മതി, പകർച്ചവ്യാധികളുടെ നേരിടാൻ മങ്കൂസ് മൗലൂദ് ഓതിയാൽ മതി, പക്ഷാഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ബുറുദ പാരായണം ചെയ്താൽ മതി എന്നൊക്കെ ഇന്നും ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സമൂഹത്തിലെ അജ്ഞതയെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഇവിടെയുള്ള പുരോഹിതന്മാർ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. സുഖപ്രസവത്തിന് നഫീസത്തുമാല എന്നും
ഓതി കേൾപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ്. അത് ആശുപത്രികളിലാണെങ്കിൽ പോലും ഈ നഫീസത്ത് മാലയുടെ ഓത്ത് നിർത്തുന്നില്ല. കാരണം എന്താ? ഇതും കൂടി ഉണ്ടെങ്കിലേ സംഗതി ശരിയാകുള്ളൂ എന്നുള്ള വിശ്വാസമല്ലേ. മാത്രവുമല്ല, മുൻകാല പണ്ഡിതന്മാരൊക്കെ അറബിയിൽ എഴുതി വെച്ച കിതാബുകളൊക്കെ നമുക്ക് പ്രമാണമായി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ പിഞ്ഞാണെഴുത്തൊക്കെ സുഖപ്രസവത്തിന് കാര്യമായി വരും. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ പേരിലും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അവരുടെയൊക്കെ പേരിൽ എഴുതപ്പെട്ട കാര്യങ്ങളാണ് പ്രമാണമായി നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ യുക്തബു ഫീ ഇനാഇൻ നളീഫ്, വൃത്തിയുള്ള ഒരു പിഞ്ഞാണത്തിൽ എഴുതപ്പെടണം. ഇദസ്സമാഉ ശഖ്ഖത് വഅദിനത് ലിറബ്ബിഹാ വഹുഖ്ഖത് വഇദൽ അർളു മുദ്ദത് വൽഖത് മാ ഫീഹാ വതഖല്ലത്. അന്ത്യദിനം സംഭവിക്കുമ്പോൾ ആകാശങ്ങൾക്കും ഭൂമിക്കും ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു തുടങ്ങുന്ന ആയത്തുകളാണ് സൂറത്തുൽ ഇൻഷിഖാഖിൽ. ഇതൊക്കെ ഒരു വെള്ള പിഞ്ഞാണത്തിൽ വൃത്തിയുള്ളതിൽ എഴുതി വെച്ച് അത് കലക്കി അത് കുടിക്കുക. വതശ്റബു മിൻഹുൽ ഹാമിൽ, ഗർഭിണി അത് കുടിക്കുകയാണെങ്കിൽ വയുറശു അലാ ബത്നിഹ, അവളുടെ നിറഞ്ഞ വയറിന് മുകളിൽ അത് കൊടയുകയാണെങ്കിൽ സുഖപ്രസവം സാധ്യമാകും എന്ന് കിതാബിൽ എഴുതിയത് കണ്ട് ഇത് ജനങ്ങളോട് വയല് പറഞ്ഞ് ഇതൊക്കെ ചെയ്താ മതി എന്ന് പറഞ്ഞാൽ ഇനിയും ഇതുപോലെ ഈ ഇസ്ലാമിന്, ഈ പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക്, ഖുർആനിന്റെ അധ്യാപനങ്ങൾക്ക് പേരുദോഷം ഉണ്ടാകും. ഇതാ കൂട്ടരെ ഞങ്ങൾ ഇസ്ലാം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാകും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂക്കിൽ നിന്ന് രക്തമൊലിക്കുന്ന അസുഖത്തിനുള്ള ചികിത്സ എഴുതി വെച്ച എന്താണെന്നോ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായ മഹാപ്രളയം, അതിന്റെ പര്യവസാനത്തിന് വേണ്ടി അള്ളാഹു ആകാശത്തിനോടും ഭൂമിയോടും കൽപ്പിച്ച കൽപ്പനയാണ്. വഖീല യാ അർദു ബിൽഈ മാഅകി, ഭൂമി നിന്റെ വെള്ളത്തെ നീ പിടിച്ചു നിർത്തൂ എന്ന് പറഞ്ഞാൽ ഇനി ഉറവ പൊട്ടി ഒഴുകേണ്ടതില്ല. വയാ സമാഉ ഖുലീ വഗീലൽ മാ വഖുലിയൽ അംർ, ആകാശത്തിനോട് അള്ളാന്റെ കൽപ്പന, അല്ലയോ ഉപരിലോകമേ ഇനി നീ മഴ വർഷിക്കേണ്ടതില്ല, പിടിച്ചു നിൽക്കൂ. അങ്ങനെ ഈ കൽപ്പന ഉണ്ടായപ്പോഴാണ് ഈ വെള്ളം വറ്റി വറ്റി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ ജൂദി പർവ്വത നിരയിൽ നങ്കൂരമിട്ടു എന്നൊക്കെ കഥ ഖുർആൻ പറഞ്ഞു തരുന്നത്. ഈ ആയത്തുകൾ പിഞ്ഞാണത്തിൽ എഴുതി കുടിച്ചാല് മൂക്കിലൂടെ ഒലിക്കുന്ന രക്തം അത് നിൽക്കുമെന്ന ഈ അന്ധവിശ്വാസം ഇതും പേറി ഇതും പ്രചരിപ്പിച്ച് ഈ കാലഘട്ടത്തിലും നടക്കുകയാണെങ്കിൽ ഇതൊരിക്കലും ഇസ്ലാമിന് ഗുണകരമല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് സാന്ദർഭികമായി കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സത്യമായ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുള്ള സുന്നത്തായ കാര്യങ്ങൾ, ഈ കാര്യങ്ങളായിരിക്കണം നമ്മൾ ജീവിതത്തിൽ ചേർത്ത് വെക്കേണ്ടത്. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയ ധാരാളം തെറ്റുകൾ വന്നിട്ടുണ്ട്. നിന്റെ മഹലായ ഫضല് കൊണ്ട്, കൃപ കൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് നീ പൊറുത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ഞങ്ങൾക്കിടയിൽ എല്ലാ രോഗികൾക്കും ശിഫയും ശമനവും സൗഖ്യവും നൽകി നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.